Hello and welcome to my YouTube channel. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റ് സർഗാസോസി റിട്ടൺ ബൈ ജീൻ റൈസ്. സോ ജീൻ റൈസ് ഇസ് എ കരീബിയൻ നോവലിസ്റ്റ് ആണ് ആൻഡ് ഒരു മിഡ് 20th സെഞ്ചുറി റൈറ്റർ ആണ്. അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു നോവലാണ് 1966 വൈറ്റ് സർഗാസോസി. സോ ഇതൊരു പ്രീക്വലാണ്, ഇത് മറ്റൊരു നോവലിൻ്റെ പ്രീക്വലാണെന്ന് നമുക്ക് പറയാം. അതായത് ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ അയർ എന്നുള്ള നോവലിൻ്റെ പ്രീക്വലാണ് വൈറ്റ് സർഗാസോസി. സോ ജെയിൻ അയറിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഒരു ഇൻസൈൻ അല്ലെങ്കിൽ മെൻ്റലി അൺസൗണ്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, ബെർത്ത റോച്ചസ്റ്റർ. സോ ഈ ബെർത്ത റോച്ചസ്റ്ററിനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ ഒരു നോവലാണ് ജീൻ റൈസിൻ്റെ വൈറ്റ് സർഗാസോസി. അപ്പോൾ ബെർത്ത റോച്ചസ്റ്ററിനെ അവരുടെ ഭർത്താവ് മുകളിലത്തെ മുറിയിൽ കൂട്ടിയിടുകയും, അതായത് ഒരു മെൻ്റലി ഇൻസൈൻ, അതായത് ഒരു ഇൻസൈൻ ക്യാരക്ടർ ആയതുകൊണ്ട് പിന്നീട് അവരുടെ ലൈഫിൽ അവരെങ്ങനെയാണ് മെൻ്റലി ഇൻസൈൻ ആയതെന്നും അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അബൌട്ട് ഹർ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഹസ്ബൻഡ് റോച്ചസ്റ്റർ, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാൻ സാധിക്കുന്നത്. ജീൻ റൈസ് ജെയിൻ അയർ എന്നുള്ള ഈ ഒരു ക്യാരക്ടറിൽ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ഈ ഒരു ബെർത്ത റോച്ചസ്റ്റർ എന്നുള്ള ക്യാരക്ടറിനെ എടുത്ത് സെൻട്രൽ ഫിഗറാക്കി പബ്ലിഷ് ചെയ്തൊരു നോവലാണ് വൈറ്റ് സർഗാസോസി. സോ ഇതിൽ 3 നറേറ്റേഴ്സാണ് ഉള്ളത് ഈ ഒരു നമ്മുടെ വൈറ്റ് സർഗാസോസിയിൽ. സെക്ഷന് 3 പേരാണ് നറേറ്റ് ചെയ്യുന്നത് കഥ. ഫസ്റ്റ് സെക്ഷൻ ആൻറ്റോയിനറ്റ്, ഒരു യങ് വുമൺ ആണ്, ജമൈക്കയിലാണ് അവൾ ജനിച്ചത്. രണ്ടാമത്തെ സെക്ഷൻ ആൻറ്റോയിനറ്റിൻ്റെ ഹസ്ബൻഡാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നു 3 സെക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് വേർ ഡിഡ് ആൻറ്റോയിനറ്റ് ഗ്രോ അപ്പ്? ആൻറ്റോയിനറ്റ് വളർന്നത് അവളുടെ ഫാദറിൻ്റെ എസ്റ്റേറ്റായ കൂളിബ്രി എന്നുള്ള സ്ഥലം, ജമൈക്കയിലെ. അതൊരു ഇംഗ്ലീഷ് കോളനി ആയിരുന്നു. ആനറ്റ് എന്ന് പറയുന്ന ആരാണ്? ആനറ്റ് എന്ന് പറയുന്നത് ആൻറ്റോയിനറ്റിൻ്റെ അമ്മയാണ്. മാർട്ടിനിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിന്നാണ് അവർ ജനിച്ചത്, അല്ലെങ്കിൽ അവർ വന്നത്. അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ അലക്സാണ്ടർ കോസ്വേ എന്ന് പറഞ്ഞ ഒരു പ്ലാന്ററിൻ്റെ സെക്കൻഡ് വൈഫാണ്. നെക്സ്റ്റ് പിയറി ആരാണ്? പിയറി എന്ന് പറയുന്ന ആൻറ്റോയിനറ്റിൻ്റെ ഒരു ബ്രദറാണ്. അവന് ഫിസിക്കലിയും മെൻ്റലിയും അവന് ഡിസേബിൾഡ് ആണ്. ടിയ ആരാണ്? ടിയ എന്ന് പറയുന്ന ആൻറ്റോയിനറ്റിൻ്റെ ഫ്രണ്ടാണ് ആൻഡ് ഒരു സെർവൻറ്റിൻ്റെ മകളാണ്. പിന്നീട് ടിയ ആൻറ്റോയിനറ്റുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ ക്രിസ്റ്റഫൈൻ ആണ്. ക്രിസ്റ്റഫൈൻ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് സെർവൻ്റ് ആണ്. ഈ അലക്സാണ്ടർ കോസ്വേ നമ്മുടെ ആനറ്റിന് ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു സെർവൻ്റ് ആണ് ക്രിസ്റ്റഫൈൻ. അലക്സാണ്ടർ കോസ്വേ എന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റോയിനറ്റിൻ്റെ അമ്മയുടെ ഭർത്താവ്, അതായത് ആൻറ്റോയിനറ്റിൻ്റെ അച്ഛൻ. ബെഞ്ചമിൻ ആരാണ്? ബെഞ്ചമിൻ എന്ന് പറയുന്ന ക്രിസ്റ്റഫൈൻ്റെ മകനാണ്. എപ്പോഴും ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൻ്റെ ജോലി എന്ന് പറയുന്നത്. ദെൻ എസ്റ്റേറ്റിൻ്റെ പേരെന്താണ്? കൂളിബ്രി. ആൻറ്റോയിനറ്റ് വളർന്ന എസ്റ്റേറ്റിൻ്റെ പേര് കൂളിബ്രി എന്നാണ്. ദെൻ മിസ്റ്റർ റോച്ചസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് നമ്മുടെ ആൻറ്റോയിനറ്റിനെ കല്യാണം കഴിക്കുന്ന ആളാണ് മിസ്റ്റർ റോച്ചസ്റ്റർ. ഓക്കെ, ആൻഡ് നമുക്കിനി വേണം എന്നുണ്ടെങ്കിൽ സ്റ്റോറിയിലോട്ട് പോവാം. സ്റ്റോറി മിസ്സിനൊരു ലിഷ് ലിറ്ററേച്ചർ സോൺ എന്ന് പറഞ്ഞൊരു സൈറ്റിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. മിസ് പറഞ്ഞല്ലോ. ഫസ്റ്റ് ഡീറ്റെയിൽസ് ആൻറ്റോയിനറ്റിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ്. സെക്കൻഡ് ഡീറ്റെയിൽസ് അൺഹാപ്പി മാരേജിനെ കുറിച്ച്. തേർഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മിസ്റ്റർ റോച്ചസ്റ്റർ എന്നാണ് ആൻറ്റോയിനറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. മിസ്റ്റർ റോച്ചസ്റ്റർ അവളെ ആറ്റിക്കിൽ പൂട്ടിയിടുകയാണ്. ആ ഒരു സമയത്ത് ലൈഫിനെ കുറിച്ചാണ് തേർഡ് സെക്ഷൻ. സോ പാർട്ട് 1 എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിൽ ജമൈക്ക എന്നുള്ള സ്ഥലത്താണ് നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻറ്റോയിനറ്റ് എന്ന് പറഞ്ഞൊരു യങ് വൈറ്റ് ഗേൾ ഉണ്ട്. അവരുടെ അച്ഛനും അമ്മയും സ്ലേവ് ഓണേഴ്സ് ആയിരുന്നു. പിന്നെ അവൾ ജനിച്ചത് കൂളിബ്രി എസ്റ്റേറ്റിലാണ്. പിന്നെ അമ്മയുണ്ട്. ബ്രദറിനെ കുറിച്ച് മിസ് നേരത്തെ പറഞ്ഞല്ലോ, പിയറി, അവർ വയ്യാത്ത കുഞ്ഞാണ്. പിന്നെ ആൻറ്റോയിനറ്റിൻ്റെ അമ്മയ്ക്ക് മെൻ്റൽ ഹെൽത്ത് കുറച്ച് പ്രശ്നമാണ്. ആൻറ്റോയിനറ്റ് ഓൺലി ഫ്രണ്ട് എന്ന് പറയുന്നത് ടിയയാണ്. ടിയ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൻറ്റോയിനറ്റിനെ ഒരു എനിമിയായിട്ട് കാണാൻ തുടങ്ങും. കുറേ ആളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുറേ ആളുകൾ കൂളിബ്രി എന്നുള്ള സ്ഥലം വിസിറ്റ് ചെയ്യുകയും അവിടെ അതിനകത്ത് ഒരു മിസ്റ്റർ മേസൺ എന്ന് പറഞ്ഞൊരു വെൽത്തി ഇംഗ്ലീഷ്മാനാണ് കൂളിബ്രി വിസിറ്റ് ചെയ്യുന്നത് കുറേ ആളുകളുടെ കൂട്ടത്തിൽ. അപ്പം ആനറ്റും മിസ്റ്റർ മേസണും കല്യാണം കഴിക്കുന്നു. മിസ്റ്റർ മേസൺ എന്ത് ചെയ്യുന്നു? കൂളിബ്രി എന്നുള്ള സ്ഥലത്തിനെ, അല്ലെങ്കിൽ ആ ഒരു ഒരു എസ്റ്റേറ്റിനെ പഴയ അതിൻ്റെ ഗ്ലോറിയിലേക്ക് കൊണ്ടുപോകുന്നു. പുതിയ സെർവൻറ്റിനെ കൊണ്ടുവരുന്നു. ഒരു പ്രൊട്ടസ്റ്റിനിടയ്ക്ക് അവരുടെ വീട് കത്തിപ്പോകുന്നു. ആ ഒരു പ്രൊട്ടസ്റ്റിനിടയ്ക്ക് ആൻറ്റോയിനറ്റ് വയ്യാതെയാവുന്നു. 6 weeks ലേറ്റർ ആൻറ്റോയിനറ്റ് എന്ത് ചെയ്യുന്നു? പിയറി മരിച്ചു എന്ന് പറഞ്ഞു, അമ്മ മാഡായെന്ന് പറയുന്നു. സോ മിസ്റ്റർ മേസൺ എന്ത് ചെയ്തു? ആൻറ്റോയിനറ്റിനെയും കൊണ്ട് കൺട്രിയിൽ പോകുന്നു. അവിടെ വെച്ച് ക്രിസ്റ്റഫൈൻ എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റഫൈൻ ആൻറ്റോയിനറ്റിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അമ്മ എന്ത് ചെയ്യുന്നു? അവളെ
വയലൻ്റ്ലി എന്ത് ചെയ്യാണ്, തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. കാരണം അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് ഡിക്ലൈൻ ചെയ്തു. നെക്സ്റ്റ് സെവറൽ ഇയേഴ്സ് ആൻ്റോയിനറ്റ് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് താമസിക്കുന്നത്. മിസ്റ്റർ മേസൺ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നു. മിസ്റ്റർ മേസൺ എന്ന് പറഞ്ഞാൽ ആൻ്റോയിനറ്റിൻ്റെ സ്റ്റെപ്പ് ഫാദറാണ്. ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നു. ആ സമയത്ത് ആൻ്റോയിനറ്റിൻ്റെ അമ്മ മരിക്കുന്നുണ്ട്. ആൻ്റോയിനറ്റിന് 17 വയസ്സായപ്പോൾ മിസ്റ്റർ മേസൺ എന്ത് ചെയ്തു, ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നു. ഇംഗ്ലീഷ് ജെന്റിൽമാൻ്റെ പേര് ഇവിടെ പറയുന്നില്ല. ഇംഗ്ലീഷ് ജെന്റിൽമാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? റോച്ചസ്റ്റർ. ROCHESTER, റോച്ചസ്റ്റർ. പാർട്ട് 2 എന്ന് പറയുന്ന ആൻ്റോയിനറ്റിൻ്റെ പുതിയ ഹസ്ബൻഡായിട്ടുള്ള റോച്ചസ്റ്ററാണ് നറേറ്റ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും കൂടി ഗ്രാൻഡ് ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ ഒരു സ്മോൾ എസ്റ്റേറ്റിലാണ് ഇവർ പിന്നെ താമസിക്കുന്നത്. പിന്നെ ഈ റോച്ചസ്റ്റർ പറയുവാണ്, ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് വളരെ ഒരു നെഗറ്റീവ് കാര്യമായിരുന്നു. കാരണം റോച്ചസ്റ്റർ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ സമ്മതിച്ചതെന്ന് വെച്ചാൽ, മിസ്റ്റർ മേസന്റെ മകനായിട്ടുള്ള റിച്ചാർഡ് മേസൺ അവന് 30,000 പൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസ കണ്ടിട്ടാണ് റോച്ചസ്റ്റർ ഇവളെ കല്യാണം കഴിച്ചത്. റോച്ചസ്റ്റർ വളരെയധികം അൺകംഫർട്ടബിൾ ആവുന്നു വൈഫുമായിട്ട്. ആൻ്റോയിനറ്റ് എന്ത് ചെയ്യുന്നു, ക്രിസ്റ്റഫൈനെ വിളിക്കുന്നുണ്ട് ഹെൽപ്പിന് വേണ്ടി. ക്രിസ്റ്റഫൈൻ പറയുന്നു ആൻ്റോയിനറ്റിൻ്റെ അടുത്ത് ഈ മനുഷ്യനെ വിട്ടിട്ട് വേറെ പോകാനെന്ന്. പക്ഷേ അവൾ റിഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് ആൻ്റോയിനറ്റ് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് അവളുടെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരുപാട് രാത്രി ഇവർ സംസാരിച്ചു. അടുത്ത ദിവസം രാവിലെ ഹസ്ബൻഡ് എഴുന്നേറ്റപ്പോൾ എന്താണ്, ഹസ്ബൻഡിന് പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ട്. ഹസ്ബൻഡ് പേടിച്ച് വെളിയിലിറങ്ങി കാട്ടിൽ പോയി ഉറങ്ങുകയാണ് ചെയ്യുന്നത്. സെവറൽ അവേഴ്സ് അയാൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് തിരിച്ച് വന്നിട്ട് ഇയാൾ പിന്നെ നമ്മുടെ അമേലി എന്ന് പറഞ്ഞ സെർവൻറ്റിൻ്റെ കൂടെ ഇയാൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അത് ആൻ്റോയിനറ്റ് അടുത്ത റൂമിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മോർണിംഗിൽ ആൻ്റോയിനറ്റ് എന്ത് ചെയ്യുന്നു, ക്രിസ്റ്റഫൈൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ക്രിസ്റ്റഫൈൻ എന്ന് വെച്ചാൽ ഇവളുടെ ആ ഒരു സെർവൻറ്റ് ലേഡി. തിരിച്ചു വരുമ്പോൾ ആൻ്റോയിനറ്റ് വളരെയധികം കുടിച്ചിട്ടാണ് വന്നത്. ഹസ്ബൻഡ് കുടിക്കാൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് റോച്ചസ്റ്റർ എന്ത് ചെയ്യാണ്, ഇവളെയും കൊണ്ട് ഇംഗ്ലണ്ടിലോട്ട് പുറപ്പെടുകയാണ്. പാർട്ട് 3 എന്ന് പറയുന്ന ഫൈനൽ പാർട്ടാണ്. ആൻ്റോയിനറ്റാണ് വീണ്ടും നറേറ്റർ. ഇംഗ്ലണ്ടിൽ ഇവിടെ ഒരു ആറ്റിക്കിൻ്റെ ഒരു വീടിൻ്റെ തട്ടും പുറത്ത് ആറ്റിക്കിൽ ATTIC ഇയാൾ ലോക്ക് ചെയ്തിട്ട് ഗ്രേസ് പൂൾ എന്ന് പറഞ്ഞൊരു സെർവൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോയി. വളരെയധികം വയലൻ്റായി ആൻ്റോയിനറ്റ്. സമയം മനസ്സിൻ്റെ ഇതെല്ലാം കൈവിട്ട് പോയി. സ്റ്റെപ്പ് ബ്രദറായിട്ടുള്ള റിച്ചാർഡ് കാണാൻ വന്നു അവളെ. ഇവള് റിച്ചാർഡിനെ ആക്രമിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വീടിന് തീയിട്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്, ഒരു മെഴുകുതിരിയും പിടിച്ചുകൊണ്ട്. ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാം ഏത് നോവലിൻ്റെ റീറ്റെല്ലിംഗ് ആണെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ 165 16th ക്വസ്റ്റ്യൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയറിൻ്റെ റീറ്റെല്ലിംഗ് ആണ്. റോച്ചസ്റ്റർ എന്ന് പറഞ്ഞ ആളുടെ ഫസ്റ്റ് വൈഫ് കേട്ടോ. ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സർഗാസോ സീ എന്ന് പറയുന്നത് ഒരു അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു ഏരിയയിലുള്ളതാണ്. ഈ സർഗാസോ സീ അതൊരു വിൻഡ്ലെസ്, കാറ്റൊന്നും ചെല്ലാത്തൊരു ഏരിയയാണ്. കുറേ സീ വീഡ്സ് ഉള്ള ഏരിയയാണ്. സീ വീഡ്സിനകത്ത് കുറേ കപ്പലുകൾ എൻറ്റാങ്കിൾഡ് ആയിട്ട് നശിച്ചു പോകാറുണ്ട്. ആക്സിഡൻസ് ഒക്കെ എപ്പോഴും പറ്റാറുണ്ട്. സീ വീഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കടൽപ്പായൽ. അത് ശരിക്കും പറഞ്ഞാൽ ഈ വൈറ്റ് സർഗാസോ സീ എന്ന് പറഞ്ഞൊരു ഏരിയ ഒരു മെറ്റഫറാണ്. കാരണം ക്യാരക്ടേഴ്സ് പോലും അവരുടെ ഐഡൻറ്റിറ്റീസിൽ റിയാലിറ്റിയിലും ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എസ്പെഷ്യലി ആൻ്റോയിനറ്റ് എന്നുള്ള ക്യാരക്ടർ. പിന്നീട് ഈ ആൻ്റോയിനറ്റിൻ്റെ ക്യാരക്ടറിനെ ഹസ്ബൻഡ് ഫോഴ്സ്ഫുള്ളായിട്ട് ബെർത്ത എന്നുള്ള പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാണ് ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 165 1834 അബോളിഷ്മെന്റ് ഓഫ് സ്ലേവറി എങ്ങനെയാണ് ഈ നോവലിനെ റിഫ്ലക്റ്റഡ് ആയി വരുന്നത്. സോ ഈ ഒരു ഈവൻറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റ് സർഗാസോ സീ എന്നുള്ള നോവൽസിലെ സ്റ്റോറി ഹാപ്പൻ ചെയ്യുന്നത് സ്ലേവറി അബോളിഷ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ എന്നാലും സ്ലേവറിയുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും ആ ക്യാരക്ടേഴ്സിൻ്റെ മൈൻഡിലുണ്ട്. അതായത് സ്ലേവ് ഓണിങ് ഫാമിലി ആയിരുന്നു നമ്മുടെ ആൻ്റോയിനറ്റിൻ്റേത്. സ്ലേവ്സിനെ ഉണ്ടായിരുന്ന ഫാമിലിയാണ്, സ്ലേവ്സിനെ എംപ്ലോയ് ചെയ്തിരുന്ന ഫാമിലിയാണ്. സോ ആ ഒരു വെറുപ്പ് ഇവരുടെ വീട്ടുകാരോടുള്ളത് കൊണ്ടാണ് ഇവരുടെ വീട്, കുളിബ്രിയിലുള്ള ഇവരുടെ എസ്റ്റേറ്റിലെ വീട് കത്തിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് ആൻ്റോയിനറ്റിൻ്റെ അമ്മയ്ക്ക് മെൻ്റലി പ്രശ്നമാവുന്നതും ബ്രദർ മരിക്കുന്നതും ആൻ്റോയിനറ്റിനെ സ്റ്റെപ്പ് ഫാദർ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ക്രിസ്റ്റഫൈൻ എന്ന് പറഞ്ഞതൊരു സ്ലേവാണ്. അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ആൻ്റോയിനറ്റിൻ്റെ അമ്മയ്ക്ക് അവളുടെ അച്ഛൻ, ആൻ്റോയിനറ്റിൻ്റെ അച്ഛൻ, അതായത് ഫസ്റ്റ് ഹസ്ബൻഡ് ആനറ്റിൻ്റെ. അതും പ്രശ്നമാണ്. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ആൻ്റോയിനറ്റിൻ്റെ ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് അൺനെയിം ചെയ്തത് നോവലിനകത്ത്? പേര് പറയാനേ എന്താണെന്ന്. പേര് പറയാതെയാണെങ്കിൽ നമുക്കറിയാം അയാളുടെ പേര് റോച്ചസ്റ്റർ എന്നാണെന്ന്. ഒരു റിച്ച് ഫാമിലിയിൽ നിന്നാണ്. പക്ഷേ അയാൾക്ക് അയാളുടെ എൽഡർ സിബ്ലിങ്ങിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണമായിരുന്നു. അയാൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ളത് കൊണ്ടാണ് അയാൾ ആൻ്റോയിനറ്റിനെ കല്യാണം കഴിച്ചത്, പൈസയ്ക്ക് വേണ്ടി. പിന്നെ
ആൻറ്റോയിനറ്റിൻ്റെ ആ ഒരു ഏലിനേഷനാണ് അവളെ ഭ്രാന്തിയാക്കി മാറ്റിയത്. കാരണം ഇയാളാണ് ഇവളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവളുടെ പേര് മാറ്റിച്ച് മനഃപൂർവ്വം ഐഡൻറ്റിറ്റി എടുത്ത് അവളെ കൺട്രോൾ ചെയ്ത് അവളുടെ പൈസയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് നമ്മുടെ റൈറ്റർ ഇയാൾക്ക് പേര് കൊടുക്കാതെ ജസ്റ്റ് ഒരു ക്യാരക്ടറിനെ പോലെ പറഞ്ഞത്. അയാൾക്ക് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾ എന്തുകൊണ്ടാണ് ഒരു ക്രൂവലായിട്ടുള്ളൊരു വില്ലൻ പോലെയാണ് ഇവരുടെ ഒരു സ്റ്റോറിക്കകത്ത്. സോ പേരിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഓക്കെ, ഇതാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, ആൻറ്റോയിനറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് നേച്ചറിനോടും ഐലൻഡിനോടും ഒക്കെ. ഇപ്പോൾ ഒരു കരീബിയയിലുള്ള ഈ സർഗാസോസിയുടെ അടുത്താണ് ഇവർ ഹണിമൂണിന് പോകുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഈ ഇംഗ്ലീഷ് മാനിന് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ ഐലൻഡിൽ, അത് ഇയാളെ പേടിപ്പെടുത്തുന്നു. അയാൾക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു കൾച്ചറുമായിട്ട് ഐലൻഡിൽ. കാരണം ഇയാളെന്താ ബിലീവ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്, അപ്പം എനിക്ക് ഈ ഒരു ലാൻഡ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് സെർവൻസിനെ പേടിയാണ്, സെർവൻസ് ഇയാളെ കളിയാക്കുന്നു എന്നുള്ള സംശയമുണ്ട്, ഇയാൾക്ക് ഒരു പീസ് കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇയാളുടെ വൈഫിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂളിബ്രി എന്നുള്ള സ്ഥലത്ത് ആൻറ്റോയിനറ്റിൻ്റെ മെമ്മറീസ് എന്തൊക്കെയായിരുന്നു. ആൻറ്റോയിനറ്റിൻ്റെ അച്ഛൻ്റെ മരണശേഷം, അതായത് അലക്സാണ്ടർ കോസ്ബിയുടെ മരണശേഷം കൂളിബ്രി എന്നുള്ള എസ്റ്റേറ്റ് എന്തായി മാറുകയാണ്, പ്രശ്നത്തിലായി മാറുകയാണ്. ആനറ്റിന് മെൻ്റൽ പ്രശ്നം ഉണ്ടാവുന്നു, ബ്രദർ വിഷയമാവുന്നു, മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആവുന്നു, അല്ലേ. ഫാമിലി ഒരു കുറേ ബ്ലാക്ക് നെയ്ബേഴ്സിൻ്റെ ഇടയിലാണ് ജീവിച്ചിരുന്നത്. സോ അവർക്കറിയാം ഇവർ ഫിനാൻഷ്യലി ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. വൈറ്റ് റിലേറ്റീവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവരെ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായില്ല, ഐസൊലേറ്റ് ചെയ്തു ഇവരുടെ ഫാമിലി ഫുള്ള്. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ കീഴിലുണ്ടായിരുന്ന സ്ലേവ്സ് എന്ത് ചെയ്തു, അനറ്റിന് അനറ്റിൻ്റെ ഹോഴ്സിന് പോയിസൺ കൊടുത്തിട്ട് ഈ ഒരു എസ്റ്റേറ്റ് ഫുള്ള് തീയിട്ടു. അവരെങ്ങനെയോ ആൻറ്റോയിനറ്റ് എങ്ങനെയോ രക്ഷപ്പെട്ടു, പിയറി മരിച്ചു, അമ്മയ്ക്ക് പ്രശ്നമായി, മെൻ്റലി പ്രശ്നമായി. ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് അനറ്റും ആൻറ്റോയിനറ്റും തമ്മിൽ, അതായത് അമ്മയും മകളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ജീൻ റൈസ് നമ്മുടെ ഷാർലറ്റ് ബ്രോണ്ടയുടെ നോവലായ ജെയിൻ എയറിനെ റീഷേപ്പ് ചെയ്തത്. ഇപ്പോൾ ജെയിൻ എയർ എന്ന് പറയുന്ന നോവൽ എന്ന് പറയുമ്പോൾ വൈറ്റ് പ്രൊട്ടഗണിസ്റ്റാണുള്ളത്. 3rd ഫ്ലോറിൽ താമസിക്കുന്ന മാഡ് വുമൺ ബർത്ത റോച്ചസ്റ്റർ, അതായത് നമ്മുടെ ആൻറ്റോയിനറ്റ് റോച്ചസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, വലുതായിട്ടൊന്നും പറയുന്നില്ല. വൈറ്റ് സർഗാസോസിക്കകത്ത് ജീൻ റൈ എന്ത് ചെയ്തു, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹസ്ബൻഡിനെ, അതായത് നമ്മുടെ റോച്ചസ്റ്ററിനെ വില്ലനായിട്ട് ചിത്രീകരിച്ചിട്ട് ആൻറ്റോയിനറ്റ് അല്ലെങ്കിൽ ബർത്ത റോച്ചസ്റ്ററിനെ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഹസ്ബൻഡ് എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു സ്ത്രീ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ അൺഫോർച്ചുനേറ്റ് ലൈഫിനെ കുറിച്ചാണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മറ്റേ നോവലിനകത്ത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇവരൊരു മാഡ് സ്ത്രീ ഉണ്ടെന്ന്. ഇതിനകത്ത് അവൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് സെൻട്രൽ ക്യാരക്ടറാക്കി മാറ്റിയാണ് ചെയ്തേക്കുന്നത്. 3rd ഫ്ലോറിലിട്ട് അവളുടെ ഇൻസാനിറ്റി, അവളെ ഭ്രാന്തിയാക്കി മനഃപൂർവ്വം മാറ്റിയതാണ് അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നു. അവൾക്കൊരു കണ്ണാടി പോലും കൊടുക്കില്ലായിരുന്നു. ഒരുപാട് ബാഡ് ഡ്രീംസ് ഇവൾ കണ്ടു. അവസാനമാണ് ഇവൾ വീടിന് തീയിട്ടിട്ട് അവൾ തന്നെ സ്വയം മരിക്കുന്നുണ്ട് അതിനകത്ത്. ഈ ഒരു ട്രാജിക് എപ്പിസോഡാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഹസ്ബൻഡിനെ ഒരു മാനിപ്പുലേറ്റീവായിട്ട് വളരെയധികം പൈസയുടെ പുറകെ പോകുന്നൊരു പന്ന മനുഷ്യനായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ തീം ഓഫ് ഐഡൻറ്റിറ്റി ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റോയിനറ്റിൻ്റെ ഇംഗ്ലീഷ് ഹസ്ബൻഡിന് പേര് കൊടുത്തിട്ടില്ല. രണ്ടുപേരുടെ ഐഡൻറ്റിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ഇവളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെയധികം ക്രൂവലായിട്ടാണ്. പിന്നെ ക്രിസ്റ്റഫൈൻ ഇവളും തമ്മിലുള്ള ബോണ്ടിനെ കുറിച്ച് പറയാം. പിന്നെ പേര് മാറ്റുന്നതിനെ കുറിച്ച് പറയണം. ബർത്ത എന്നുള്ള പേര് ഫോഴ്സ്ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻറ്റോയിനറ്റ് ഒരു ട്രാജിക് ഫിഗറാണ്. ഓക്കെ, ഹസ്ബൻഡ് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു കോളനൈസറായിട്ട് നമുക്ക് പറയാം. റേഷ്യൽ ടെൻഷൻ എങ്ങനെയാണ് പേജ് നമ്പർ 171 കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റേഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബുക്കിൽ പഴയ സ്ലേവ്സ് ഇവരുടെ ഒരു ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നു, തീയിടുന്നു. പിന്നെന്താ പറയുന്നത്, ബ്ലാക്ക് സെർവൻസിനൊന്നും ഇവിടെ ഇഷ്ടമല്ല. പക്ഷേ ഫാമിലി ഫിനാൻഷ്യൽ ക്രൈസിസിലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആൻറ്റോയിനറ്റിൻ്റെ ഫാമിലിയെ ബ്ലാക്ക് സ്ലേവ്സ് അറ്റാക്ക് ചെയ്യുന്നത്. ഹോഴ്സിനെ വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ആനറ്റ് മിസ്റ്റർ മേസിനെ കല്യാണം കഴിച്ചപ്പോഴും അവിടുത്തെ വൈറ്റ് സ്ത്രീകൾ ഇവൾക്ക് നേരെയും ഇവളുടെ ഡോട്ടറിന് നേരെയും വളരെയധികം ക്രൂവലായിട്ടാണ് പെരുമാറുന്നത്. പിന്നെ ക്രിസ്റ്റഫനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാം. അത് വളരെയധികം ലോയലും ജെന്യൂനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആൻറ്റോയിനറ്റിനും ക്രിസ്റ്റഫൈനും തമ്മിലുള്ളത്. പിന്നെന്താണ്, ഓക്കെ ഇത്രയും. പിന്നെ ആൻറ്റോയിനറ്റിൻ്റെ വൈറ്റ് ഹസ്ബൻഡ് ഇവളുമായിട്ട് എന്താണ് അകലാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇവളുടെ മിക്സഡ് റേസാണ് ഇവൾക്കുള്ളത്. ആൻറ്റോയിനറ്റ് ജനിച്ചത് മിക്സഡ് റേസിലാണ്. ഒരു യൂറോപ്യൻ പ്ലസ് ബ്ലാക്ക് മദറാണ് ഇവൾക്കുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇയാൾക്ക് വളരെയധികം പ്രശ്നമായത്. ഇയാൾ കൺട്രോൾ ചെയ്യാൻ നോക്കിയത് ഇവിടെ. പിന്നെ ഏലിനേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അനറ്റും ആൻറ്റോയിനറ്റും ഭർത്താവിൻ്റെ മരണശേഷം രണ്ടുപേരും ഒരു വല്ലാതെയാണ്
താമസിച്ച് പോയത്. ഇവരെ പിന്നെ ബ്ലാക്ക് സ്ലേവ്സ് ഒറ്റപ്പെടുത്തുന്നു, അറ്റാക്ക് ചെയ്യുന്നു, മകൻ മരിക്കുന്നു, അത് പറയണം. അന്റോയിനറ്റ് വീണ്ടും ഒറ്റപ്പെടുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടി ഒരുത്തൻ കല്യാണം കഴിച്ച് അവിടെ വീണ്ടും പൂട്ടിയിടുവാണ്, മാഡാക്കി മാറ്റുന്നു. ഇത് ഇത്രയും പറയുക. എന്നിട്ട് അവൾ അവസാനം അതിനകത്ത് കിടന്ന് മരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പോസ്റ്റ് കൊളോണിയൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ അന്റോയിനറ്റ് ഒരു മിക്സഡ് റേസിലുള്ളൊരു പെൺകുട്ടിയാണ്. സോ അവൾ പോസ്റ്റ് കൊളോണിയൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ആദ്യം അവൾ ജനിച്ചതൊരു വൈറ്റ് സ്ലേവ് ഓണിങ് ഫാമിലിയിലാണ്. അപ്പോൾ അവിടെ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ളൊരു സുപ്രീമസി ഇവൾക്കാണ് ആദ്യം ഉള്ളത്, വൈറ്റ് ആയതുകൊണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് കല്യാണം കഴിയുമ്പോൾ ഇവളെ കോളനൈസ്ഡ് ആക്കുവാണ് ഭർത്താവ്, അയാൾ കോളനൈസറായി മാറുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ ഇതിനകത്ത് ഗോതിക് എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പേജ് നമ്പർ 175 ഒരു എസ്സേ കൊടുത്തിട്ടുണ്ട്. ഗോതിക് എലിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു തീം എങ്ങനെയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ഗോതിക് ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കി വെക്കുക. മറ്റേ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ക്രിസ്റ്റഫൈൻ എന്നുള്ള ക്യാരക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട്, അതൊരു എലിമെൻ്റ് ആണ്. പിന്നെന്താണ് ഈ ഒരു അന്റോയിനറ്റിൻ്റെ താമസിക്കുന്ന ആ ഒരു കുളിബ്രി എന്നുള്ള സ്ഥലം, അതൊരു വളരെ ഡാർക്കായിട്ടൊരു പ്ലേസാണ്. പിന്നെ അന്റോയിനറ്റിൻ്റെ അൺനെയിംഡ് ഹസ്ബൻഡ്, അതൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്, അയാൾക്ക് ബിട്രേ ചെയ്യുന്നു ഇവളെ. പിന്നെന്താണ് അയാൾ കല്യാണം കഴിച്ച കാര്യം പൈസയ്ക്ക് വേണ്ടിയാണെന്ന് പറയാം. അപ്പോൾ അതൊരു ക്രൂവൽ വില്ലനെ പോലെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവളുടെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, ഇംപ്രിസൺമെൻറ്റ്, മുകളിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നത്, അവൾക്ക് മാഡ് ആവുന്നത്, അവൾക്ക് മിറർ കണ്ണാടി പോലും കൊടുക്കാതിരിക്കുന്നത്, അവൾക്ക് ബെർത്ത എന്നുള്ള പേര് ഫോഴ്സ്ഫുള്ളായിട്ട് കൊടുക്കുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനറ്റിൻ്റെ ഡെത്ത് എന്ന് പറയുന്ന അടുത്തൊരു മിസ്റ്ററിയാണ്, അതും പ്രശ്നമാണ്. പിന്നെ ട്രാജിക് ലൈഫാണ് കാണിച്ചേക്കുന്നത്. ഒരുപാട് സീക്രറ്റ്, മിസ്റ്ററി, ഹൊറർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാജിക് ലൈഫ്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ഓക്കെ. പിന്നീട് ഇവള് മറ്റേ വീട് കത്തിച്ചിട്ട് ഇറങ്ങുന്നതും വീട് കത്തിച്ചിട്ട് മരിക്കുന്നതും ഒക്കെ പറയുക. ഓക്കെ, മണി മൈൻഡഡ് ഹസ്ബൻഡ് ആണെന്ന് പറയുക.